ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു പാനിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിരിക്കാം. ആ സമയത്ത് നമുക്കിവിടെ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകിയെടുത്ത് വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിന് വേണ്ടിയുള്ള വെയിറ്റ് റെഡിയാക്കാം. കുറച്ച് പച്ചമുളക്, 5 പച്ചമുളക്, ഒരു അര വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, സവോള, ഇത്ര നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഇടുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ ഇട്ട് കൊടുക്കണം. റൈസിന് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ റൈസ് ഇവിടെ വെന്ത് വന്നിട്ട് നമുക്കത് സ്റ്റെയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 250 ഗ്രാം ക്യാബേജും, ഒരു ക്യാരറ്റും, അര ക്യാപ്സിക്കവും, ഒരു സവോളയും എല്ലാം ഇവിടെ ജൂലിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 5 മുട്ട വേണം എടുക്കാവുന്നതാണ്. ഇനി ഒരു കടായിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ മുട്ട അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് നമുക്ക് ചിക്കി എടുക്കണം. ഏകദേശം ഈ ഒരു പരിവായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നമുക്കിത് റെഡി ആയി കഴിയുമ്പോൾ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആ കടായിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കാം. അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് സോട്ട് ചെയ്യണം. ഒരു 10-30 സെക്കൻഡ് സോട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റാണ് എടുത്തത്. അത് ഇതുപോലെ നന്നായിട്ട് ജൂലിനായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒരു 1-2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം. അത് കഴിഞ്ഞാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബാക്കി വെയിറ്റിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒരു 1/2 കിലോ എടുത്ത് അത് ബോയിൽ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ആ ക്യാരറ്റ് ഒന്ന് സോട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് ഒന്ന് സോട്ട് ചെയ്യാം. അത് ഒരു 1 മിനിറ്റ് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ക്യാബേജും ക്യാപ്സിക്കും കൂടെ ഒന്നിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ സമയത്തൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഇത് ഏകദേശം സോട്ടായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബോയിൽ ചെയ്ത റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആദ്യം കട്ട് വെച്ചാണ് ആ സ്പ്രിംഗ് ഒനിയനോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ നമുക്ക് ആ കട്ട് വെച്ചാണ് ചിക്കനും മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ റൈസ് കണ്ടമാനം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. കണ്ടമാനം ഓവർ മിക്സ് ചെയ്ത് റൈസ് പൊട്ടിച്ച് കളയരുത്. നമ്മൾ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നമുക്കിതൊരു 4-5 പേർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അളവിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെയും ചിക്കൻ്റെയും അളവ് കൂട്ടാവുന്നതാണ്. അത് കൂട്ടിയിട്ട് ആ സമയത്ത് ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല, എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.